കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് 80-ാം പിറന്നാളാണ്. 80-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ 5-ാം ക്ലാസ് മുതൽ പിണറായി വിജയനൊപ്പം ഡിഗ്രി വരെ പഠിച്ച ഒരു പിണറായിക്കാരിയുണ്ട്. അവരുടെ പേര് KP ശ്രീമതി. ശ്രീമതി ടീച്ചർ നമ്മളോടൊപ്പം ചേരുകയാണ്. ടീച്ചർ 5-ാം ക്ലാസ് മുതൽ പിണറായിയോടൊപ്പം പഠിച്ചാണ്. ഇപ്പം 80-ാം പിറന്നാൾ ആഘോഷിക്കുക പിണറായി വിജയൻ. ആദ്യം എന്താ പറയാനുള്ളത്? അത് എൻ്റെ സഹപാഠിയും സുഹൃത്തും എൻ്റെ അച്ഛൻ ശങ്കരൻ മുൻഷിയുടെ ശിഷ്യനുമായ വിജയന് ഈ അവസരത്തിൽ ഞാൻ പിറന്നാൾ ആശംസിക്കുന്നു. ഇനിയും വളരെ കാലം ഇങ്ങനെ സന്തോഷത്തോടുകൂടിയും ആരോഗ്യത്തോടുകൂടിയും കുറേ കാലം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. ടീച്ചർ ഒരു പക്ഷേ ഭയങ്കര ഭാഗ്യമുള്ള ആളാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കൂടെ 5-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ, അതായത് 5-ാം ക്ലാസ് കഴിഞ്ഞ് ഇവിടുന്ന് RCMലയിൽ നിന്ന് കഴിഞ്ഞ് പെർളശ്ശേരിയിൽ ഹൈസ്കൂൾ പഠിക്കുന്നു, അത് കഴിഞ്ഞ് ബ്രിണ്ണനിൽ പ്രീ ഡിഗ്രി ഇത്രയും കാലം ഒരുമിച്ച് പഠിക്കാൻ പറ്റിയ ഒരാളാണ്. വിജയേട്ടനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, മുഖ്യമന്ത്രിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു ദൃശ്യം എന്താണ്? ഓർമ്മയിൽ എന്താണ്? എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ഇരിക്കുന്നതായിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. പിന്നെ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ സമരമുഖത്തുള്ളതും അത് നന്നായിട്ട് ഓർമ്മയുണ്ട്. അതേപോലെ പെർളശ്ശേരി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ സഹപാഠികൾക്ക് വേണ്ടി പിന്നെ വോട്ട് പിടിക്കുന്നതും അത് നന്നായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. പിന്നെ വിജയനെ കാണാനായിട്ട് പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ TV-യിൽ വരുന്ന വാർത്താ സമ്മേളനം കേൾക്കാറുണ്ട്. പിന്നെ ഭയങ്കര അഭിമാനം തോന്നൂലേ? എൻ്റെ കൂടെ 5-ാം ക്ലാസ് വരെ മുതൽ പഠിച്ച ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളത്തെ നയിക്കുന്നു എന്ന് കാണുമ്പോൾ അതെ തോന്നുന്നുണ്ട്. ഞാൻ പിന്നെ മറ്റൊന്നല്ല നോക്കുന്നത്, ഒരു വ്യക്തി എന്ന നിലയിൽ, എൻ്റെ സുഹൃത്തെന്ന നിലയിലും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗ്രാമത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറയുകയാണെങ്കിൽ MLA ആയ ശേഷം മാത്രമല്ല, ഇവിടെ വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്ത് ഇവിടെ ഒരു ഇലക്ട്രിസിറ്റി ഓഫീസില്ലായിരുന്നു. നമ്മൾ പിന്നെ കൂത്തുപറമ്പ് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഒരു ഓഫീസ് ഉണ്ടായത് വിജയൻ്റെ കാലത്താണ്. അതേ സമയത്ത് തന്നെ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്താണ് EMS ഈ ഹെൽത്ത് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തിരുന്നത്. ഞങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കിയ ഒരു ഹെൽത്ത് സെൻറ്റർ ഇന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ആവാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ വിജയനാണ് പ്രവർത്തിക്കുന്നത്. അതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഞാൻ കുറച്ചു കാലം മുമ്പിൽ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാനിത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ശുശ്രൂഷാലയം പിന്നെ നല്ല കേമത്തിൽ വരണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് തന്നെ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുമെന്നും അറിയുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബ് വരുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവൃത്തിയും നടന്നു പോകുന്നതായിട്ട് എല്ലാ ദിവസവും ഞാൻ നടന്നു പോകുന്ന സമയത്ത് വരെ ഞാൻ കാണാറുണ്ട്. പിന്നെ ആ സ്ഥലത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അത് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്ന കുഞ്ഞിരാമൻ നായർ താമസിച്ചിരുന്ന ശ്രീ ശങ്കരവിലാസം വീടാണത്. ആ സ്ഥലം ഒരു 10-12-13 ഏക്കർ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. ഞങ്ങൾ ചെറുപ്പത്തിൽ കളിച്ച് നടന്ന സ്ഥലമാണത്. പിന്നെ ആ സ്ഥലത്താണ് ഈ എഡ്യൂക്കേഷൻ ഹബ്ബ് വരുന്നത്. പിന്നെ എൻ്റെ അച്ഛനും വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിയാണെന്ന് വിജയനെ അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു ഹബ്ബെല്ലാം തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഗ്രാമത്തിന് തന്നെ വലിയ കാര്യമാണ്. അതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ടീച്ചറെ, ഒരു കാര്യം നമ്മളെ പിണറായിയുടെ ഒരു പ്രത്യേകതയായിട്ട്, കാരണം കുട്ടിക്കാലം മുതൽ അറിയുന്ന ആൾക്കാർ ചുരുക്കമാണ്, ഇപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്കും പിണറായിയുടെ ഒരു പ്രത്യേകതയായിട്ട് ടീച്ചർക്ക് തോന്നിയ എന്താണ്? പ്രത്യേകത പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ മാത്രം ഇപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, അധികം സംസാരിക്കുകയില്ല, ആവശ്യത്തിന് മാത്രം സംസാരിക്കും. പക്ഷേ ആ പറയുന്നത് മുഴുവൻ വളരെ അർത്ഥവത്തായിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഈ ആൾക്കാരോടുള്ള സ്നേഹം പൊതുവെ ഈ സാധാരണ ഈ ധർമ്മടംകാർക്കും പിണറായിക്കാർക്കൊക്കെ പിണറായി മുഖ്യമന്ത്രിയല്ല, വിജയേട്ടനാണല്ലോ. അതെങ്ങനെയാണ് ടീച്ചർ കണ്ടത്? അത് ഞാൻ സാധാരണ നിലയിൽ പിന്നെ ഒരിക്കലും ഞാൻ ഈ ഒരു പ്രസംഗം കേൾക്കാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് ജനങ്ങളുമായിട്ട് വിജയൻ്റെ പെരുമാറ്റം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രായമുള്ളവരൊക്കെ ആകുന്ന സമയത്ത് കൈ കൊടുക്കുകയും
കുശലം പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ ചില ചിത്രങ്ങൾ പിന്നെ അവനെപ്പറ്റി രൂപപ്പെട്ട എന്താന്ന് പറഞ്ഞാൽ പിന്നെ സംസാരിക്കാത്ത ആളാണ്, പിന്നെ പിന്നെ പെരുമാറാൻ അറിഞ്ഞുകൂടാത്ത ആളാണ് എന്നൊക്കെയാണ്. പക്ഷേ അതല്ല സത്യം എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും. വിജയേട്ടനോട് ഇപ്പം ഇത് മൂപ്പർ കാണുന്നുണ്ടാവും, എന്താ പറയാനുള്ളത് പിണറായിയോട്? ഇനിയും നാൾക്കുനാൾ നന്നായി വരട്ടെ, അതേ പറയാനുള്ളൂ. നമുക്ക് ഇനിയും വികസന പ്രവർത്തനങ്ങൾ വേണം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ നമ്മൾ പല സ്ഥലവും വികസിപ്പിക്കുന്നുണ്ട്, പക്ഷേ വികസിക്കാതെ നടക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. ഈ വയനാട് പല പ്രദേശങ്ങളും, അതായത് റോഡ് പോലും ഇല്ലാത്ത, ജനങ്ങളുമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് മറ്റുള്ളവരുമായി സമ്പർക്കം പോലും പുലർത്താൻ കഴിയാത്ത ആ പ്രദേശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ടീച്ചറെ, വളരെ സന്തോഷം. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം 5ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിച്ച ശ്രീമതി ടീച്ചർ പറയുന്നത് ഇനിയും കൂടുതൽ കരുത്തോടുകൂടി പ്രവർത്തിക്കാനാകട്ടെ, ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ ഈ 80ാം വയസ്സ് പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോഴും സാധിക്കട്ടെ എന്നുള്ളതാണ്. ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം പിണറായിയിൽ നിന്നും ദീപക് ധർമ്മടം, 24.